ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഓണത്തിനായിട്ട് നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിപ്സ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓണ സദ്യയ്ക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വിഭവമാണ് ചിപ്സ്, കാവരട്ടി ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ചിപ്സിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓണത്തിന് ചിപ്സ് ഇല്ലാതെ എന്തൊരു ഓണം അല്ലേ? അപ്പോൾ നമുക്കിന്ന് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ 1 കിലോ ഉള്ള കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കായെല്ലാം വൃത്തിയാക്കി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ചിപ്സൊക്കെ വറുക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ആ വെള്ളത്തിലിട്ടൊരു 15 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നാൽ ആ ഒരു ഉപ്പ് എല്ലാം ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഈ ഒരു കായിൽ പിടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറയും ഒക്കെ മാറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം. വെള്ളത്തിൽ കിടന്ന ആ ഉപ്പും ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പല ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ ചിലതിന് ഉപ്പ് കൂടിപ്പോവും, ഉപ്പ് കുറഞ്ഞ് വരും, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കായുടെ ആ ഒരു കറയൊക്കെ നല്ലതുപോലെ കറുത്ത് തെളിഞ്ഞ് നിൽക്കും. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് അത് ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് നമ്മൾ ചിപ്സ് വറുക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുള്ളതും ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളതും ആണ്. എങ്കിലും നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. അതിനുവേണ്ടി ഇത് കുറച്ച് നമ്മൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓയിൽ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിപ്സിന് വേണ്ടിയിട്ടുള്ള കായ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലോട്ട് വാരി ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കായായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കായയുടെ ഭാഗത്തൊന്നും മഞ്ഞൾപ്പൊടി പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ഈ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് നമുക്ക് ഒരല്പം കളറ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ ചിപ്സ് വാരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിപ്സ് ആവശ്യത്തിനായി എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി, ലേശം ചെറിയ ഒരു ഇളക്കൽ മാത്രം. അതൊരുപാട് ഇളക്കി അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇനി കുറച്ച് നേരം നമ്മൾ ഇളക്കി ഒന്ന് എല്ലാം എണ്ണ മുങ്ങത്തക്ക രീതിയിലെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൽ നിന്ന് ഒന്നിങ്ങനെ തൊട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അതേപോലെ ഇരുന്ന് അടിഭാഗം എല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് നമുക്കിനി ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതേപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇളക്കി ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കുക. അങ്ങനെ നമ്മൾ ചിപ്സ് ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിപ്സ് നമ്മൾ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന് അധികം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇളക്കി ഇട്ടാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ബാക്കിയൊക്കെ അതിൽ കിടന്ന് അങ്ങ് മൂത്തോളും. അങ്ങനെ അധികം ഒരേ സൈഡ് മാത്രം കിടന്നാലാണ് പെട്ടെന്ന് അടിഭാഗം മൊത്തം അങ്ങ് കറുത്ത് വരും. അപ്പോൾ ആ ഒരു രീതി വരാതെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനിടയിൽ നമുക്ക് ഉള്ള ജോലികളെല്ലാം മുറ പോലെ ചെയ്യാം. ചിപ്സ് വറുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൂടെ നിൽക്കണ്ട. കാരണം നമ്മൾ കട്ടിയുള്ള പാത്രമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചിപ്സ് ഇത് വരത്തില്ല, അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒരു തത്തിയൊക്കെ കോരി എടുത്തു കേട്ടോ. അതെല്ലാം ഇവിടെ കാക്ക കൊത്തിക്കൊണ്ട് പോകും പോലെ 2 മക്കൾ കൊത്തിക്കൊണ്ട് പോയി.
അപ്പോൾ ഇനി അടുത്ത ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ആദ്യത്തെ നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ ആദ്യത്തേതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ രണ്ടുപേരും കൂടി അപ്പുറവും ഇപ്പുറവും വന്നിട്ട് കേട്ടോ അടിച്ചു മാറ്റാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തീരുമ്പോൾ ഏകദേശം ഈ ഒരു കായൊക്കെ തീരും ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി ചിപ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉത്സവ സീസണാണല്ലോ, അതുപോലെ തന്നെ കല്യാണ സീസണുമാണ്. അതുപോലെ സദ്യകൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ ചിപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ ഏത് തരത്തിലുള്ള എണ്ണയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. പലതരത്തിലുള്ള പല വിഷാംശങ്ങൾ ചേർന്ന രീതിയിലുള്ള എണ്ണകളൊക്കെ കടകളിൽ യൂസ് ചെയ്തുള്ള സാധനങ്ങൾ വരാറുണ്ട്. അപ്പോൾ എല്ലായിടത്തും എന്നല്ല, പല സ്ഥലത്തും അങ്ങനെയൊക്കെ കാണാറുണ്ട്. കണ്ട ഗൈസ്, അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കിളിക്കാൻ പറ്റിയ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.